ISL കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് അവസാന ഹോം മത്സരമാണ്. രാത്രി 7:30 ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ മുംബൈ സിറ്റി FC ആണ് എതിരാളികൾ. സ്റ്റേഡിയത്തിൽ നിന്ന് കലൂരിൽ നിന്ന് അനിൽ വാസുദേവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അനിൽ, എന്താണ് സ്റ്റേഡിയത്തിലെ ആരാധകരുടെ കാഴ്ചകൾ? ധാരാളം ആളുകൾ എത്തുന്നുണ്ടോ? അവസാന ഹോം മത്സരമാണ്, അപ്പോൾ എന്താണ് ടീമിനെ ആശംസകളൊക്കെ അർപ്പിച്ച് ആരാധകർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഗുഡ് ഈവനിങ് ബ്രോസ്. ചോദിച്ചത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം സ്റ്റേഡിയത്തിൽ ഇതാണ് അവസ്ഥ. ഒട്ടും തന്നെ ആരാധകരില്ല എന്നുള്ളതാണ്. ഇടയ്ക്കും തലയ്ക്കും ഒന്നോ രണ്ടോ പേരെ കണ്ടെന്നതൊഴിച്ചാൽ ഒരുപക്ഷെ മുമ്പൊക്കെ വരുമ്പോൾ ഒരു പൂഴി വാരിയിട്ടാൽ നിലത്തേക്ക് വീഴാത്തത്ര തരത്തിൽ ഇവിടെ മഞ്ഞക്കടലായി മാറാറുള്ള ഈ പ്രദേശത്തെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. കൂടുതൽ പോലീസുകാരാണ്. ആരാധകർ ഇടയ്ക്കും തിലയ്ക്കും ഒരു 1-2 നമുക്ക് എണ്ണിയെടുക്കാം എന്നതിനപ്പുറത്തേക്ക് ആരും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനോടകം തന്നെ പ്ലേ ഓഫ് കാണാതെ പുറത്തായി. ഈ സീസണിൽ അങ്ങേയറ്റത്തെ ദയനീയ പ്രകടനം. 22 മത്സരങ്ങളിൽ 11ലും തോറ്റ് 25 പോയിന്റ് മാത്രമാണുള്ളത്. സീസണിൽ അമ്പയെ പരാജയപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ദുരന്തമായി തീർന്ന സീസണാണ്. അതോടുകൂടി ആരാധകരും കൈവിട്ടു. മുമ്പൊക്കെ തന്നെ തോൽക്കുമെങ്കിൽ പോലും ആരാധകർ വരാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തവണ മാനേജ്മെൻ്റ് ആയിട്ടുള്ള പ്രശ്നത്തെ തുടർന്ന് ആരും തന്നെ വരാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ മത്സരത്തിൽ അവസാന അവിശ്വസനീയമാണ്. ഇത്രയും ആളില്ലാതെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്ക് മഞ്ഞ ഒരു 10-100 പേരെങ്കിലും ഇല്ലാതിരിക്കൂ. റിസൾട്ട് ഒട്ടും എന്താണ് പ്രധാനപ്പെട്ടതല്ലാത്ത ഒരു മത്സരമായതുകൊണ്ടാണ്. പ്ലേ ഓഫിൽ നിന്ന് പുറത്തായി. ജയിച്ചാലും തോറ്റാലും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. എങ്കിൽ കൂടി ടീമിനോടുള്ള ഒരു സ്നേഹമാണല്ലോ മഞ്ഞപ്പട ആരാധകരുടെ ഒരു ഹൈലൈറ്റ് മുഖമുദ്ര. അതായിരുന്നു. പക്ഷേ ആ ആരാധകരെ അങ്ങ് വെറുപ്പിച്ച് കളഞ്ഞു. കഴിഞ്ഞ 10-11 സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന് 10 സീസണിലും കപ്പില്ലെങ്കിൽ പോലും ആരാധകർ പിന്തുണയ്ക്കുമായിരുന്നു. പക്ഷേ ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും മാനേജ്മെൻറ്റും തമ്മിൽ വലിയ തർക്കത്തിലായിരുന്നു. നല്ല ഇന്ത്യൻ താരങ്ങളെയൊക്കെ തന്നെ കൊണ്ടുവരാത്തത് ആദ്യം അവരെ ചൊടിപ്പിച്ചു. പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു കഷ്ടിച്ച് നമുക്ക് വേണ്ടി, നമ്മുടെ ചാനലിന് വേണ്ടി, അല്ലെങ്കിൽ ടി വിയിൽ കാണുന്ന ആരാധകർക്ക് വേണ്ടി 2 പേരെ കെട്ടിയിട്ടുണ്ട്. സംസാരിക്കുമെന്ന് പോലും അറിയില്ല. എന്താ അവസ്ഥ? കാസർഗോഡ് നിന്ന് കളി കാണാൻ വന്നതാണ്. അത്രയും ദൂരം ഇതായിട്ട് വന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടുള്ള ആ ഒരു മതിപ്പും കാരണം. എത്ര തോറ്റെന്ന് പറഞ്ഞാലും ജയിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ പേരിൽ നമ്മൾ മുമ്പ് ഇത് ആദ്യത്തെ തവണയാണ് കളി കാണാൻ വന്നത്. എൻ്റെ കയ്യിൽ ആദ്യത്തെ തവണയാണ്. മറ്റേ സ്ഥലം എല്ലാ കളിയും കാണാറുണ്ട്, ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഒരുമിച്ച് തന്നെ വന്നു കാസർഗോഡ്. പറഞ്ഞതുപോലെ നമുക്ക് പെറുക്കിയെടുക്കാൻ സത്യത്തിൽ അങ്ങനെ തന്നെ ഞാൻ സത്യത്തിൽ കഷ്ടപ്പെട്ടു പോയി 1-2 പേരെ കണ്ടുപിടിക്കാൻ. അങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച 2 പേരാണ്. എന്തായാലും വലിയ നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഊർജ്ജവായു അല്ലെങ്കിൽ ജീവശ്വാസം എന്ന് പറയുന്ന ആരാധകരെ അവർ ചതിച്ചു, അല്ലെങ്കിൽ നിരാശപ്പെടുത്തി, വഞ്ചിച്ചു എന്നതൊക്കെ കൊണ്ടൊക്കെ തന്നെ ആരാധകരും സ്റ്റേഡിയത്തിലേക്ക് വരാത്തതോടുകൂടി ഇതാണ് അവസ്ഥ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും കപ്പില്ലെങ്കിൽ പോലും കട്ടയ്ക്ക് കൂടി നിന്ന് ചങ്കുകളെയാണ് ചതിച്ചതെന്ന തരത്തിലാണ്. ശരിയാണ് അനിൽ. അത് ആ ടീമിനും ആ ടീമിന്റെ മാനേജ്മെന്റിനും തോന്നേണ്ടതായിരുന്നു. ആ ടീമിന്റെ കൂടെ ഇത്രയും വലിയ ആരാധക വൃന്ദം ഉണ്ടായിരുന്നു. മഞ്ഞപ്പട എന്ന് വിശേഷിപ്പിക്കാവുന്ന ആരാധക വൃന്ദം ഉണ്ടായിരുന്നു. അവരെ കൂടി നിങ്ങൾ ആ ടീം ആ നിലയ്ക്ക് ആരാധകരെ കൈകാര്യം ചെയ്തു. മാനേജ്മെന്റ് തെറ്റി. ആരാധകർ ഒരു പാഠം പഠിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു മിക്കവാറും അനിൽ വാസുദേവും കൂടെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. 3 പേരാവും. അപ്പൊ 3 പ്രേക്ഷകരെ കിട്ടി.